നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. വാടാനം കൃഷിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന് ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനം. ഷൊർണൂർ ചുടുവാലത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP പ്രാദേശിക നേതൃത്വം. 12-13 വാർഡുകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ പ്രദേശത്ത് സ്ഥിരതാമസമുള്ള പലരുടെയും പേര് പട്ടികയിൽ നിന്ന് നീക്കാൻ BJP ഗൂഢാലോചന നടത്തിയെന്ന് CPM. നാട്ടിലില്ലാത്തവരും മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വോട്ടർ പട്ടികയിൽ വേണമെന്ന നിർബന്ധം എന്തിനെന്ന ചോദ്യവുമായി BJP പ്രാദേശിക നേതൃത്വം. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനമൊരുക്കാൻ സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചു. നടപടി സ്ഥലം MLAയുടെ ഇടപെടലിനെ തുടർന്ന്. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ ബോധവൽക്കരണവുമായി KSEB. മരണമില്ലാത്ത സർഗവിസ്മയമായി ആരാധക ഹൃദയങ്ങളിൽ ഇന്നും ലോഹിതദാസ്. തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് 15 വർഷം. ലോഹി ഓർമ്മകളിൽ വിതുമ്പി അകലൂരിലെ അമരാവതി. വാർത്തകൾ വിശദമായി. വാടാനം കൃഷിയിൽ റോഡ് തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും കോൺഗ്രസിന്റെ പ്രതിഷേധം. വാടാനം കൃഷി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനാംകൃഷിയിലാണ് റോഡ് തകർച്ച നേരിട്ടതിനാൽ വാഹനയാത്ര ദുരിതത്തിലായിരിക്കുന്നത്. വാടാനാംകൃഷി റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ് വന്നുചേരുന്ന ഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനയാത്ര ദുരിതപൂർണമാണ്. സമീപത്തെ വാടാനാംകൃഷി ഹൈസ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത്. ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഗതാഗത കുരുക്കും നിത്യസംഭവമാണ്. റോഡിന്റെ തകർച്ചയ്ക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ അത് അവതരിപ്പിക്കുകയും പെട്ടെന്ന് ശരിയാക്കാമെന്ന മറുപടി ലഭിക്കുകയും ചെയ്തു. ഇവിടെ തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികൾക്ക് നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകണം. ആ ചെറിയ ബൈക്കുകളൊക്കെ ആ ചളിയിൽ വീണാൽ നടക്കാൻ പോകാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ഓഫീസിൽ എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ റോഡിലുള്ളത്. സാധാരണഗതിയിൽ ഒരു റോഡ് പണി ചെയ്യുമ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡ് പണി ചെയ്യുമ്പോൾ പകരം സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമാന്തര റോഡുകൾ തുറന്നിട്ടാണ് പണി ചെയ്യേണ്ടത്. അത് അവരോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനവർ തയ്യാറല്ല. അത് കരാറുകാരനും ഉദ്യോഗസ്ഥരും ഇനി അതിൻ്റെ മേൽനോട്ടത്തിൽ ആരാണോ അവരൊക്കെ പാടെയുള്ള ഒത്തുകളിയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷനായി. PP യൂസഫ്, TT സലീം, ഷാഫി കാരക്കാട്, നന്ദകുമാർ, അസീസ്, നാരായണൻ, VT അലി, നിസാർ, വരദരാജൻ, സുരേഷ്, ഗോപി, രാമൻകുട്ടി, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനാംകൃഷി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. റോഡ് തകർച്ച പരിഹരിക്കുന്ന കാര്യത്തിൽ KRFBയും റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ പരസ്പരം പഴിചാരുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂർ മേഖലയിലെ വാർഡുകളിൽ വിജയമുറപ്പിക്കാൻ BJP വോട്ടർ പട്ടികയിൽ നിന്ന് പലരുടെയും പേര് നീക്കം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി ആക്ഷേപം. CPM പ്രാദേശിക നേതൃത്വമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. അതേസമയം വാർഡിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കുക തന്നെ വേണമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ഷൊർണൂർ ചുടുവാലത്തൂർ മേഖലയിലെ 12-13 വാർഡുകളിൽ സ്ഥിരതാമസക്കാരായ പലരും ഇവിടെ താമസിക്കുന്നില്ലെന്ന് കാണിച്ച് BJP പ്രാദേശിക നേതൃത്വം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പലർക്കും തൊഴിൽ മുടക്കി വെള്ളിയാഴ്ച ഹിയറിംഗിന് ഹാജരാകേണ്ട സാഹചര്യമുണ്ടായെന്ന്
പ്രദേശത്തെ CPM നേതാക്കൾ ആരോപിച്ചു. വാർഡ് ഏതുവിധേനയും പിടിച്ചെടുക്കാനുള്ള അടവ് തന്ത്രമാണ് ഇതിനു പിന്നിലെന്ന് CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗം KN അനിൽകുമാർ, 12ാം വാർഡ് കൗൺസിലർ KM ലത, ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് എന്നിവർ പറഞ്ഞു. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികൾ BJP അവസാനിപ്പിക്കണമെന്ന് KN അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഈ ഏരിയയിലെ സ്ഥിരതാമസക്കാരായ ആളുകൾ ഈ ഏരിയയിൽ ആവശ്യമായ രേഖകളുമായി വരുമ്പോൾ പരാതിക്കാരൻ, ആക്ഷേപകൻ എന്ന് പറയുന്ന തിരുവാഴ്ത്തുള്ള ശ്രീരാഗം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഇത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവസാനം ഇയറിങ്ങിന് ഇരുന്ന് കൊടുക്കാതെ സ്ഥലം വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒട്ടനവധി വിവിധ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇത്തരം ആളുകളെ ഇന്ന് ലീവ് എടുത്ത് തൊഴിൽ നഷ്ടപ്പെടുത്തി ഇവിടേക്ക് വരുത്താനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കി നാണം കെട്ട വോട്ടുണ്ടാക്കാനുള്ള ഒരു വാർഡിൽ ജയിക്കാനുള്ള BJPയുടെ ഈ അടവ് തന്ത്രം വിലപ്പോകില്ല. പട്ടികയിൽ നിന്ന് പേര് നീക്കാനുള്ള പരാതിക്കെതിരെ ചില പ്രദേശവാസികളും പ്രതികരിച്ചു. എൻ്റെ മകൻ ചുടുവലത്തൂർ 12ാം നമ്പർ വാർഡിലാണ് താമസിക്കുന്നത്. അവൻ ജോലിക്കാണ് വേണ്ടി പുറത്താണ് ജോലി ചെയ്യുന്നത്. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും വരും. പക്ഷേ അവൻ്റെ പേര് വോട്ടേഴ്സിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്ഥലത്ത് സ്ഥിരതാമസമില്ലാത്തവരുടെ പേരുകളാണ് നീക്കം ചെയ്യുകയെന്നും വാർഡിൽ താമസമില്ലാത്തവരെ പട്ടികയിൽ നിലനിർത്താൻ അനുവദിക്കില്ലെന്നും BJP കൗൺസിലർ K പ്രസാദ് പറഞ്ഞു. രേഖകൾ നിരത്തിയാണ് BJP സംസാരിക്കുന്നത്. ആക്ഷേപമുള്ളവർ രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ വാചക കസർത്തിന്റെ ആവശ്യമില്ലെന്നും പ്രസാദ് പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞു പോയ ആളുകൾ അല്ലെങ്കിൽ സ്ഥലത്ത് സ്ഥിര താമസമില്ലാതെ വീട് വിറ്റുപോയ ആളുകളുടെ പേരുകളാണ് നീക്കം ചെയ്തിട്ടുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക എന്നതും ജനാധിപത്യ രീതി തന്നെയാണ്. പക്ഷേ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതാത് വാർഡുകളിലുള്ള ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് രേഖപ്പെടുത്തുക എന്ന ശക്തമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി, നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി വാർഡ് 12ലും 13ലും ചെയ്തിട്ടുള്ളത്. ഈ പ്രവൃത്തി ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് രേഖാമൂലം അവരുടെ രേഖകൾ ഈ നഗരസഭാ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ഷേപത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പക്ഷേ ഇവിടെ രേഖകൾ കൊടുക്കാതെ വായ കൊണ്ട് സംസാരിക്കുന്ന ഒരു സമീപനമാണ് ഇതിനു മുന്നേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനമൊരുക്കാൻ 80 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. മണ്ണൂർ, കൊട്ടക്കുന്ന്, വേങ്ങശ്ശേരി, അമ്പലപ്പാറ എന്നീ മേഖലകളിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരവുമായി പത്തിരിപ്പാല KCB. ഇതിനായി സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചതോടെ ഇതിനുള്ള നടപടികൾ തുടങ്ങും. മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായതോടെ മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLAയ്ക്ക് നിവേദനം നൽകിയിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചത്. അമ്പലപ്പാറ, കടമ്പടിപ്പുറം ഭാഗങ്ങളിലേക്ക് മാത്രമായി പത്തിരിപ്പാല 110 kV സബ്സ്റ്റേഷനിൽ നിന്നും 11 kV ലൈൻ കവർ ചെയ്ത കമ്പി ഉപയോഗിച്ച് നീട്ടുന്ന പ്രവൃത്തികൾക്കാണ് 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് KCB അനുമതി നൽകിയത്. പ്രവൃത്തികൾ പൂർത്തിയായാൽ മണ്ണൂർ പഞ്ചായത്തിന് പുറമെ അമ്പലപ്പാറ, കടമ്പഴിപ്പുറം പഞ്ചായത്തുകൾക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് KCB പത്തിരിപ്പാല അസിസ്റ്റന്റ് എഞ്ചിനീയർ K പ്രേംകുമാർ അറിയിച്ചു. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈദ്യുതി മുടങ്ങിയിരുന്നത് എന്നൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ലൈൻ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം നൽകുന്നത്. ഇതുവരെ ലൈൻ മുടങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ പത്തിരിപ്പാല സബ്സ്റ്റേഷനിൽ നിന്ന് ഒരു 11 kV ലൈന് മണ്ണൂർ വഴി, കൊട്ടക്കുന്ന് വഴി, വേങ്ങശ്ശേരി, കടമ്പഴിപ്പുറം വരെ പോകാൻ, വേങ്ങശ്ശേരി, അമ്പലപ്പാറ വരെ പോകും. അപ്പോൾ ഈ ലൈനിൽ നിന്ന് കറണ്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ വേങ്ങശ്ശേരി, അമ്പലപ്പാറ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കടമ്പഴിപ്പുറം ഭാഗത്തും നമ്മുടെ ഈ മണ്ണൂർ ലൈനിനെ ആശ്രയിച്ചാണ് വൈദ്യുതി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർക്ക് അവിടെ ഒന്നും പ്രത്യേകിച്ച് സബ്സ്റ്റേഷൻ ഇല്ല. മറ്റൊരു നമ്മുടെ പത്തിരിപ്പാല സബ്സ്റ്റേഷൻ പോലെ ഒരു ലൈൻ കൊണ്ടുവരാൻ പറ്റുന്ന സബ്സ്റ്റേഷൻ അവിടെ എവിടെയും ഇല്ല. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തികൾ തുടങ്ങും. ഇതിനോടനുബന്ധിച്ച് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, AE പ്രേംകുമാർ, സബ് എഞ്ചിനീയർ സെൽവരാജ്, കരാറുകാരൻ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KCB ഷൊർണൂർ സബ് ഡിവിഷനിൽ ബോധവൽക്കരണം ഊർജിതമാക്കി. വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ KCBയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഷൊർണൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ
ദേശീയ സുരക്ഷാവാരം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് KSEB വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. വൈദ്യുതി ലൈനുകൾക്ക് സമീപമുള്ള മരങ്ങളിൽ നിന്ന് ഇരുമ്പ്, അലുമിനിയം പോലുള്ള തോട്ടികൾ, കോണികൾ എന്നിവ ഉപയോഗിച്ച് ഫലങ്ങൾ പറിച്ചെടുക്കാൻ ശ്രമിക്കരുതെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും സമീപത്ത് പോകരുത്. എത്രയും പെട്ടെന്ന് സമീപത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലോ ടോൾ ഫ്രീ നമ്പറായ 9496010101 എന്ന നമ്പറിലോ വിവരമറിയിക്കണം. വെള്ളത്തിൽ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഒരു കാരണവശാലും ആ വെള്ളത്തിൽ ചവിട്ടരുത്. കട്ടർ, ഡ്രിൽ, വെൽഡിംഗ് മെഷീൻ മുതലായ നിർമ്മാണ ഉപകരണങ്ങൾ നിലവാരമുള്ളവ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ജോയിന്റ് ഇല്ലാത്ത വയറുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം. വൈദ്യുത പോസ്റ്റുകളിലോ സ്റ്റേയിലോ കന്നുകാലികളെ കെട്ടുകയോ തുണി ഉണക്കാൻ അയകെട്ടുകയോ ചെയ്യരുത്. വീടുകളിലും സ്ഥാപനങ്ങളിലും ELCB എന്ന ഉപകരണം കൂടി വയറിങ്ങിൽ ഉൾപ്പെടുത്തണം. ഫ്യൂസ് പോകുകയോ ELCB ട്രിപ്പാവുകയോ ചെയ്താൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം മാത്രം സപ്ലൈ റീചാർജ് ചെയ്യുന്നതാണ് സുരക്ഷിതം. ടിവിയിൽ കേബിൾ ടിവിയുടെ അഡാപ്റ്ററിൽ തൊടരുത്. ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. എർത്ത് വയറിൽ ഒരു കാരണവശാലും തൊടരുത്. വയറിങ്ങിൻ്റെ എർത്ത് ശരിയായ രീതിയിലാണെന്നും പരിജ്ഞാനമുള്ളവരെ കൊണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുകയോ പന്നി മുതലായ മൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വൈദ്യുതി ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യരുത്. നനഞ്ഞ വിരലുകൾ കൊണ്ട് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കുകയോ നനവുള്ള സ്ഥലത്ത് നിന്ന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. വൈദ്യുതി ലൈനുകൾക്ക് താഴെ ക്രെയിനുകൾ, ടിപ്പർ ലോറികൾ മുതലായ ഉയരം കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഒരു കാരണവശാലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ വൈദ്യുതി ജോലികൾ ചെയ്യരുതെന്നും KSEB മുന്നറിയിപ്പ് നൽകുന്നു. വൈദ്യുതി അപകടം ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഷൊർണൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് തിരുവനന്തപുരം സത്യൻ സ്മാരക ഹാളിൽ നടന്ന സംസ്ഥാനതല വൈദ്യുത സുരക്ഷാ വാരം ഉദ്ഘാടന പരിപാടിയിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പുരസ്കാരം സമർപ്പിച്ചു. പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും നടത്തി വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ ഓഫീസിനുള്ള വൈദ്യുതി വകുപ്പിന്റെ സംസ്ഥാന വൈദ്യുതി സുരക്ഷാ അവാർഡ് 2024 പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സന്തോഷ് KT, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ തുടങ്ങിയവർ വൈദ്യുത വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടിയിൽ നിന്നും പുരസ്കാരം സ്വീകരിച്ചു. 2022-24 കാലയളവിൽ പാലക്കാട് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ 48ഓളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിരുന്നു. 8000ഓളം ആളുകളിലേക്ക് ബോധവൽക്കരണ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു. കുടുംബശ്രീ, ഗ്രാമസഭ, വയർമാൻ കൂട്ടായ്മകൾ, KSEB ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലകളിലേക്കും വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ജില്ലയിലെ 2022-23 വർഷത്തേക്കാൾ 30% വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് T. ശിവദാസ മേനോൻ അനുസ്മരണം നടന്നു. CPM പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ റാലി തൊറപ്പാളയം T. ശിവദാസ മേനോൻ സ്ക്വയറിൽ സമാപിച്ചു. അനുസ്മരണ പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ. പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടും. തൊഴിലാളി, കൃഷിക്കാർ, ദരിദ്രർ, പട്ടിണിക്കാർ, പാവപ്പെട്ടവർ, ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഉയർത്തിപ്പിടിച്ച് നാം മുമ്പിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളായിരിക്കുമെന്ന് പറയാനാണ് ഇത്രയും കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. വലിയ ചുമതലകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ ജനങ്ങൾ വോട്ട് ചെയ്താൽ ചിലപ്പോൾ പഞ്ചായത്ത് നമ്മൾ ഭരിക്കും. ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ദിവാകരൻ, MS കറിയ, അജിത് സക്കറിയ, CP പ്രമോദ്, V. സുരേഷ്, അബ്ദുൾ റഹ്മാൻ, K. വിജയൻ എന്നിവർ സംസാരിച്ചു. ടൗൺ ലോക്കൽ സെക്രട്ടറി V. മനോജ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോഹി ഓർമ്മകളിൽ വിതുമ്പി ലക്കിടി അഗലൂരിലെ അമരാവതി. തിരശ്ശീലയിൽ നായകന്റെ വിജയകഥകൾക്കൊപ്പം പരാജയപ്പെട്ടവന്റെ നിസ്സഹായതകൾ കൂടി അടയാളപ്പെടുത്തിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 15 വർഷം.
അമരാവതി എന്ന വാക്കിന്റെ അർത്ഥം ഇന്ദ്രസദസ് എന്നാണ്. പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ രാജാവാണ് അയാൾ. അതുപോലെ തന്നെ മലയാള സിനിമയിലെ തിരക്കഥകളുടെ രാജാവായിരുന്ന അമ്പാടത്ത് കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസിന്റെ തട്ടകമാണ് ലക്കിടി അഗലൂരിലെ അമരാവതി. ദേവന്മാർ പാലാടി കടഞ്ഞ് അമൃതുണ്ടാക്കുന്നത് പോലെ അമരാവതിയുടെ പൂമുഖത്തിരുന്നാണ് തച്ചൻ മിനുക്കിയെടുത്ത ശില്പങ്ങൾ പോലെ എത്രയോ തിരക്കഥകളുടെ ചിന്തകൾ പിറന്നു വീണത്. ഭൂതക്കണ്ണാടി എന്ന തന്റെ ആദ്യ സിനിമാ സംവിധാനത്തിനു ശേഷമാണ് ലോഹി അമരാവതി സ്വന്തമാക്കുന്നത്. ലോഹിയെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എഴുതാനുള്ള ഇടമായിരുന്നില്ല അമരാവതി. തിരക്കഥ എഴുത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള വഴിയമ്പലമായിരുന്നു ഇവിടം. ലക്കിടി അഗലൂരിൽ സ്ഥിതി ചെയ്യുന്ന അമരാവതിയുടെ നാട്ടിടവഴികളിൽ അദ്ദേഹം കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളാണ് അരയന്നങ്ങളുടെ വീട്, കാരുണ്യം തുടങ്ങിയ എത്രയോ ലോഹിതദാസ് ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുപരിചയിച്ചത്. നാടകരചനയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന ലോഹിതദാസ് തനിയാവർത്തനം എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തി. തിരക്കഥ എഴുത്തിൽ MTയും പത്മരാജനും ഡെന്നീസ് ജോസഫും ജോൺ പോളും കല്ലൂർ ഡെന്നീസും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ജോഷിയും സത്യനന്ദിക്കാടും സിബി മലയിലും IV ശശിയും തുടങ്ങി മുൻനിര സംവിധായകരൊക്കെ ലോഹിതദാസിന്റെ തിരക്കഥയ്ക്കായി കാത്തുനിന്നത്. വിജയിച്ചതും പരാജയപ്പെട്ടതുമായ നായകന്മാരുടെ വ്യതകളൊക്കെ അയാളുടെ തൂലികത്തുമ്പിൽ ഒരുപോലെ വിളങ്ങി. ഓരോ ലോഹിതദാസ് കഥാപാത്രങ്ങളും പ്രേക്ഷകനിൽ എഴുത്തുകാരന്റെ ഭാവനയാണോ അതോ കഥാപാത്രം അത്തരത്തിൽ ചിന്തിച്ചതാണോ എന്ന ആശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കി. അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര നിർമ്മിതി. അമരാവതിയുടെ മണ്ണിൽ ലോഹിതദാസിന്റെ പാദസ്പർശമേൽക്കാത്ത നീണ്ട 15 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു മഴയുള്ള ജൂൺ മാസത്തിലാണ് ലോഹിതദാസ് അമരാവതിയുടെ മണ്ണിൽ എരിഞ്ഞടങ്ങിയത്. നനുത്ത ചാറ്റൽ മഴ തിളക്കത്തോടെ ലോഹിയോർമ്മകളിലാണ് അമരാവതി ഇപ്പോഴും. ലോഹിതദാസിന്റെ 15ാം ഓർമ്മദിനത്തിൽ അമരാവതിയിലെ സ്മൃതി മണ്ഡപത്തിൽ ലോഹിതദാസിന്റെ ഭാര്യ സിന്ധു ലോഹിതദാസും മക്കളായ ഹരികൃഷ്ണൻ, വിജയശങ്കർ എന്നിവർ ചേർന്ന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ലോഹിതദാസിന്റെ ഛായാചിത്രത്തിൽ തിരി തെളിയിച്ചു. 16ാമത്തെ വർഷമാണ്. അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ്, കാലാതീതനാണ് എന്നുള്ളത് അത് വളരെ വലിയ സന്തോഷമാണ്. സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എൻ്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. രാജേഷ് അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലോഹിതദാസിനായി ഓർമ്മമരവും നട്ടു. ലോഹിതദാസിന്റെ കണ്ണൂരിൽ നിന്നും എത്തിയ ആരാധകനായ ബിജു കണ്ണൂർ കൊണ്ടുവന്ന ഛായാചിത്രം സിന്ധു ലോഹിതദാസ് ഏറ്റുവാങ്ങി. കലാസംവിധായകൻ പ്രശാന്ത് മാധവൻ, സഹായികളായ മനോജ് ഉദയശങ്കർ, രാജേഷ് അടയ്ക്കാപുത്തൂർ, പ്രസാദ് ശ്രീകൃഷ്ണപുരം, സതീഷ് തൃശൂർ, ജയദേവൻ, ചന്ദ്രമോഹൻ, മണികണ്ഠൻ, നാട്ടുകാരായ റസാഖ്, ശ്രീജയൻ, സലാം വന്നേരി, വേലായുധൻ, രാജേഷ് കുഞ്ചൻ സ്മാരകം, സതീഷ് പത്രിപ്പാല തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വടക്കേക്കര LP സ്കൂൾ വിദ്യാർത്ഥികൾ ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട് ലൈബ്രറി സന്ദർശിച്ചു. സന്ദർശന പരിപാടി സ്കൂൾ PTA പ്രസിഡന്റ് C മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി C ബിജു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക P രാജലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ R സുചിത്ര, K നിഷ, PTA വൈസ് പ്രസിഡന്റ് V വിനീഷ്, ഫ്രണ്ട്സ് ക്ലബ്ബ് ട്രഷറർ PK സഞ്ജയൻ, വനിതാവേദി പ്രസിഡന്റ് സുമിജ മനേഷ്, വിദ്യാർത്ഥികളായ നിഹാരിക, യാഷിക എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രവർത്തകരായ KP പ്രണവ്, KP പ്രത്യൂഷ്, C അശ്വിൻ, C ചിത്രഭാനു, UR രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ജൂൺ 29 കുളപ്പുള്ളിയിൽ നടക്കും. ഗസീബോ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, ട്രഷറർ S ദേവരാജൻ എന്നിവർ മുഖ്യ വരണാധികാരികളായിരിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. പൊതുയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിൽ. അതുപോലെ മുഖ്യ വരണാധികാരിയായിട്ട് നമുക്ക് എത്തുന്നത് ശ്രീ ദേവസ്യ മേച്ചേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി. മുഖ്യാതിഥികളായിട്ട് നമ്മളെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ കുഞ്ഞാവു ഹാജി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ശ്രീ S ദേവരാജൻ, സംസ്ഥാന ട്രഷറർ, പിന്നെ KA ഹമീദ് ഖ, ജനറൽ സെക്രട്ടറി, ഹരിദാസൻ ട്രഷറർ, അവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി, ജനറൽ സെക്രട്ടറി VS സുദേശ്, കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ, PP ഉമ്മർ,
രതീഷ് കുമാർ, VR ഷാജു, അരുൺകുമാർ, മുഹമ്മദ് ബാവ, ഷാനവാസ്, രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ജൂൺ 30 നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി. മമ്മിക്കുട്ടി MLA-യുടെ അധ്യക്ഷതയിലായിരിക്കും വജ്ര ജൂബിലി സമാപന സമ്മേളനം. സമ്മേളനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ബാങ്ക് പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വിദ്യാർത്ഥികളെ ആദരിക്കും. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയാകും. 60 വർഷമായി ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടി ഒപ്പം നിന്ന സഹകാരികളോട് കൃതജ്ഞതയുണ്ടെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇവരെല്ലാവരുടെയും കഠിനമായ ഒരു കൂട്ടായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ബാങ്ക് വളർന്ന് ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ബാങ്ക് ഈ രൂപത്തിലെത്തിയെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലും ബാങ്ക് വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങൾക്കും അതിൻ്റെ വലിയ സഹായങ്ങൾ ബാങ്കിനെ സംബന്ധിച്ചുണ്ടാവുകയും രണ്ടും ബാങ്കും നാടും ഒരുപോലെ ഒന്നിച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ നാഴികക്കല്ലുകൾ കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഇതിനു മുന്നേ പല നാഴികക്കല്ലുകളും താണ്ടിയിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത്, സെക്രട്ടറി K. വിനോദ് മേനോൻ, P. സോമസുന്ദരൻ, C. ഉണ്ണികൃഷ്ണൻ, PA പത്മജ, RK രോജകുമാരി, RK രവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനം കൃഷിയിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഗതാഗതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ യാത്രാക്ലേശത്തിന് സത്വര പരിഹാരം കാണണമെന്ന് ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനം. ഷൊർണൂർ ചുടുവാളത്തൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM BJP പ്രാദേശിക നേതൃത്വം. 12-13 വാർഡുകളിൽ മേധാവിത്വം ഉറപ്പിക്കാൻ പ്രദേശത്ത് സ്ഥിരതാമസമുള്ള പലരുടെയും പേര് പട്ടികയിൽ നിന്ന് നീക്കാൻ BJP ഗൂഢാലോചന നടത്തിയെന്ന് CPM. നാട്ടിലില്ലാത്തവരും മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വോട്ടർ പട്ടികയിൽ വേണമെന്ന നിർബന്ധം എന്തിനെന്ന ചോദ്യവുമായി BJP പ്രാദേശിക നേതൃത്വം. മണ്ണൂർ പഞ്ചായത്തിൽ പതിവായി ഉണ്ടാകുന്ന അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിന് പരിഹാരമാകുന്നു. പുതിയ സംവിധാനമൊരുക്കാൻ സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചു. നടപടി സ്ഥലം MLA-യുടെ ഇടപെടലിനെ തുടർന്ന്. ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുതി മൂലം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ ബോധവൽക്കരണവുമായി KSEB. മരണമില്ലാത്ത സർഗവിസ്മയമായി ആരാധക ഹൃദയങ്ങളിൽ ഇന്നും ലോഹിതദാസ്. തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് 15 വർഷം. ലോഹിയോർമ്മകളിൽ വിതുമ്പി അകലൂരിലെ അമരാവതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.